ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, പരിശുദ്ധ പരിമള തിരുമേനിയുടെ മധ്യസ്ഥയിൽ അഭയം പ്രാവശ്യമുണ്ട്. സ്വർഗീയ ആരാധനയെ സംബന്ധിക്കുന്ന ഒരു കൂട്ടമാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. പരിമള തിരുമേനി ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ്, വിളിക്കനുയോജ്യമായ രീതിയിൽ ജീവിച്ചവനാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. എന്നെയും നിങ്ങളെയും ദൈവം തമ്പുരാൻ വിളിച്ചതാണ്. ആ വിളിക്കനുയോജ്യമായ രീതിയിൽ ജീവിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും കടമയാണ്. ധനഹായിക്ക് ശേഷമുള്ള ആഴ്ചകളിലെ വായനകൾ, നോമ്പ് വരെ കർത്താവ് തൻ്റെ അരുമ ശിഷ്യന്മാരെ വിളിക്കുന്നതാണ് പാഠഭാഗങ്ങളെല്ലാം തന്നെ. ഇന്ന് വായിച്ചു കേട്ടതായ വിശുദ്ധ എവങ്കേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ എഴുതിയ നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് അവിടെ 2 ശിഷ്യന്മാരെ വിളിക്കുന്നതാണ് നാം കാണുന്നത്. ഒരു രീതിയിൽ പറഞ്ഞാൽ ആ സംഘത്തിലെ മുതിർന്നവനായ അന്ത്രയോസ്, ആ സംഘത്തിലെ ഇളയവനായ യോഹന്നാൻ, ഇവർ 2 പേരെയുമാണ് വിളിക്കുന്നത്. മറ്റ് എവങ്കേലിയനുകളിലെല്ലാം കർത്താവ് പ്രാർത്ഥന കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപക്ഷെ പെടുന്നനെയുള്ള ഒരു വിളിയായിട്ട് നമുക്ക് തോന്നിയേക്കാം. ഇങ്ങനെ ഓരോരുത്തരെയും ചേർത്തിന് ശേഷം അവരിൽ നിന്നാണ് 12 പേരെ എടുത്തത്. അല്ലാതെ നമുക്ക് തോന്നും രണ്ടും 2 രീതിയാണല്ലോ എന്ന്. അല്ലെങ്കിൽ കടലിൽ മീൻ പിടിക്കാൻ നേരത്തെ പൊടുന്നനവേ മീൻ കൂട്ടം ഒത്തിരി കിട്ടിയപ്പോൾ പത്രോസ്ലീഹ പറയാൻ സാധ്യതയില്ല. അതിന് മുമ്പേ വിളിയുണ്ട്. അതിൽപ്പെട്ടവരാണ് ഇവരെല്ലാം. പക്ഷേ അവരെ ഒന്നിച്ച് വിളിക്കുന്ന ഒരു സമയവും. ഇത് രണ്ടും നമ്മൾ പ്രത്യേകിച്ച് ഓർത്തിരിക്കേണ്ടതാണ്. ഈ 2 ശിഷ്യന്മാരെയും സംബന്ധിച്ചിടത്തോളം ഈ 12 പേരിൽ അവർക്ക് ഒത്തിരി വ്യത്യസ്തതകളുണ്ട്. 2 പേര് ശാന്തരാണ്, എടുത്തിയാട്ടമില്ല. ഒരാളാണ് കർത്താവിൻ്റെ പുറകെ നിഴൽ പോലെ, സ്നേഹം പോലെ, പ്രിയമായ ഒരു ചെറിയ കാറ്റ് പോലെ ഇങ്ങനെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഇളയവനായ യോഹന്നാൻ. അതൊരു സുഖമായ പോക്കാണ്. നമുക്ക് ചിലർ നമ്മുടെ കൂടെ കൂടുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ്. അവരെ വലിയ ശല്യമൊന്നുമില്ല, കൂടെ കൂടിയിട്ട് കാര്യങ്ങൾ സാധിക്കാനൊന്നുമില്ല. ഇവിടെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്നല്ലേ എൻ്റെ അർത്ഥം. എന്നോടും നിങ്ങളോടും കർത്താവ് അതേ ചോദ്യം ചോദിക്കുന്നില്ലേ? നീ എന്തിനാ പള്ളി വന്ന്? നീ എന്തിനാ പള്ളി കമ്മിറ്റി കയറുന്നത്? നീ എന്തിനാ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിൻ്റെ ഉദ്ദേശം എന്ത്? നിൻ്റെ ഇടവാംഗത്വത്തിൻ്റെ ഉദ്ദേശം എന്ത്? അത് നിങ്ങളോട് മാത്രമല്ല, അച്ഛന്മാരോടും ഉണ്ട്. എന്തിനാ നീ കുപ്പായിട്ട്? അവരും വിചാരിക്കും മെത്രാച്ചനുണ്ടാവുന്ന മിണ്ടാത്ത. എന്നോടും ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ ഉദ്ദേശം? ഈ ചോദ്യം എന്നോട് നിങ്ങളോട് ഇപ്പോൾ പ്രതിധ്വനിക്കുന്നതാണ്, മറന്നു പോകാൻ പാടില്ലാത്തതാണ്. ഈ ചോദ്യം നമ്മളോട് കർത്താവ് ചോദിക്കുന്നു, നീ എന്തന്വേഷിക്കുന്നു? എന്താണ് നിൻ്റെ ഉദ്ദേശം? ഇത് നമ്മൾ പ്രത്യേകിച്ച് അറിയണം. യോഹന്നാൻ സ്നാപകൻ വിളിച്ച് വേർതിരിച്ചവരാണ് ഈ 2 പേരും. അരുമ ശിഷ്യന്മാരായിരുന്നിരിക്കണം, കൂടെ നിൽക്കുക. അപ്പോഴാണ് പറയുന്നത് തൻ്റെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ പിന്നാലെ വരുന്നവനെ കാണിച്ചു കൊടുക്കുക ആരാണെന്നുള്ളത്. ഒറ്റക്കൊടുക്കുകയല്ല, ചൂണ്ടിക്കാണിക്കുക എന്ന് പറഞ്ഞു. ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന കുഞ്ഞാട് എന്ന് പറഞ്ഞപ്പോൾ ആ 2 പേരും കൂടെ പോയി. ഇന്നത്തെ ആൾക്കാർ അങ്ങനെ ചെയ്യുമോ? അത് മുതിർന്ന മുകളിലിരിക്കുന്നവരായാലും താഴെ ഇരിക്കുന്നവരായാലും അവരവരുടെ കാര്യസാധ്യമല്ലാതെ ഇങ്ങനെ ചെയ്യുമോ? രഹസ്യത്തിൽ വല്ലതും പറഞ്ഞതല്ലാതെ പരസ്യമായി പറയൂ. 2 പേർ പോകുന്നത്, അത്ര നാൾ ട്രെയിൻ ചെയ്തെടുത്താൽ പോകുന്നത് കണ്ടിട്ട് യാതൊരു ചാഞ്ചാട്ടവും ഇല്ലാതെ നിൽക്കുന്ന സ്നാപകൻ തൻ്റെ ദൗത്യം പൂർണ്ണമായി എന്നുള്ള ബോധ്യത്തോടെ. എടുത്തവർ 2 പേരും മോശക്കാരുമല്ലായിരുന്നു. അന്ത്രയോസ് ആണെങ്കിൽ ചെയ്തതൊക്കെ കൊച്ചു കൊച്ചു കാര്യമാണെങ്കിൽ തന്നെയും അത് വലിയ പൊലിക്കുന്ന കാര്യങ്ങളാണ്. പത്രോസിനെ കൊണ്ടുവന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് അന്ന് അവിടെ താമസിച്ചതിന് ശേഷം പറയുന്നുണ്ട്, അന്ന് അവനോടുകൂടെ താമസിച്ചു. കർത്താവിനോട് ചോദിച്ചു, നീ എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് പറഞ്ഞു, വന്ന് കാണാൻ. വന്ന് കണ്ടു. 10 മണിക്കാണ് കണ്ടതെന്ന് അവിടെ പറയണു.
ആ 10 മണിക്ക് കണ്ടതിന് ശേഷം അന്നവിടെ പാർത്തു കൂടെ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീനെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന വാക്യം അന്വർത്ഥമാക്കുകയായിരുന്നു. ആ തിരിച്ചറിവിൽ നിന്നുള്ള വെളിപാടാണ് അന്ത്രോസിനെ പത്രോസിനെ വിളിച്ചുകൊണ്ട് വരാൻ കഴിയും. എൻ്റെ അവസാന ഭാഗത്ത് അത് പറയുന്നുണ്ട്. പത്രോസിനെ കർത്താവിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു. ഞാനും നിങ്ങളും എത്ര പേര് കർത്താവിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരുന്നു എന്ന് ചിന്തിക്കണം കേട്ടോ. അത് നന്നായിരിക്കും. എൻ്റെയും നിങ്ങളുടെയും പ്രവൃത്തി കണ്ടിട്ട് എത്ര പേര് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നു എന്ന് ചിന്തിക്കണം. ഇത് നമ്മളിപ്പോഴും ഓർത്തിരിക്കേണ്ടതായ, നെഞ്ചത്ത് കൈവച്ച് പറയേണ്ടതാണ്. 2 ചോദ്യങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന്, എന്താണ് കർത്താവ്, എന്തിനെയാണ് കർത്താവിനെ നീ അന്വേഷിക്കുന്നത്? ചില ആൾക്കാർ നമ്മളെ കാണാൻ വരുന്നു എന്ന് പറയുമ്പം തുടങ്ങി നെഞ്ചിടിക്കാൻ തുടങ്ങും. എന്താ കാര്യം എന്നറിയാമോ? 100 കൂട്ടം കാര്യം സാധിച്ചെടുക്കാനുണ്ടാവും. വലിയ സ്നേഹത്തോടെ അങ്ങ് വരുന്നത്. അവരോ കണ്ടാലറിയാം ഇവൻ എന്നെയും കൊണ്ടേ പോവുകയുള്ളൂ. അതും ഒരു സ്നേഹമാണ്. കർത്താവിനെ കാണാൻ വരുന്നത്, പരുമലപ്പള്ളി വരുന്നത് കാര്യസാധ്യത്തിനല്ല. യോഹന്നാൻ നിന്നതുപോലെ ചേർന്ന് നിൽക്കണം. അമ്മയുടെ മാറിലിരിക്കുന്ന കുഞ്ഞ്, അവന് സ്നേഹമാണ് ആവശ്യം, അവൾക്ക് സ്നേഹമാണ് ആവശ്യം. കർത്താവിനോട് ചേർന്നിരിക്കുവാൻ പാടിയാൽ പോരാ, കർത്താവിനോട് ചേർന്നിരിക്കുവാൻ എനിക്ക് എൻ്റെ നിങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരുവാൻ അവന് കഴിയും. അവനത് ചെയ്തു തരുന്നുണ്ട്. ഞാനിന്ന് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നതും നമ്മളെപ്പോഴും ഒരുങ്ങുന്നത് എന്തിനാണ്? 3 നോമ്പ് വരുന്നു, കുറച്ച് പേരിൽ 3 നോമ്പ് നോക്കുമായിരിക്കും. എന്താണ് മനസ്സിലെ ഇരിപ്പ്? ഇത് കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്. കർത്താവ് വീണ്ടും എനിക്ക് നിങ്ങളോട് പറയാൻ, കർത്താവ് വിളിച്ച ശിഷ്യന്മാരിൽ വ്യത്യസ്തരാണ് എല്ലാവരും. പക്ഷെ എല്ലാവരും അഗ്രഗണ്യരായിരുന്നു. യൂതയെ വിളിക്കുമ്പോൾ കർത്താവിന് അറിയത്തില്ലായിരുന്നു യൂത സംഗതി പെശാന്ന്. പക്ഷെ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം എന്നെ നിങ്ങളെയും പഠിപ്പിക്കുകയും കൂടിയാണ് കർത്താവ് ചെയ്തത്. ഒത്തിരി കാര്യങ്ങൾ എന്നെ നിങ്ങളെയും പഠിപ്പിച്ചിട്ടുണ്ട്. ജനിച്ച് പിറന്ന് വീണപ്പം തുടങ്ങി നമ്മെ പഠിപ്പിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതെല്ലാം വാക്കിലും പ്രവൃത്തിയിലും കൂടെ കാണിച്ചു തന്ന കർത്താവ്. ശിശു സമൂഹം ആ കൂട്ടത്തിലുള്ളതായിരുന്നു. ഒരു പ്രശ്നമില്ലാത്തവരെല്ലാം എടുത്ത് പ്രശ്നക്കാരെ തന്നെയാണ് എടുത്തത്. ആ പ്രശ്നക്കാരെ എല്ലാം കൈകാര്യം ചെയ്തു. അവസാനം നിങ്ങൾ നോക്കിയേ, യൂതയെക്കുറിച്ച് എത്ര പ്രാവശ്യം പറഞ്ഞു കള്ളനാണ് എന്നൊക്കെ പല പ്രാവശ്യം പറഞ്ഞു. എന്നിട്ടും അവസാന ദിവസം വരെയും കൂടെ നടന്നു. യൂത ഒറ്റിക്കഴിഞ്ഞപ്പോൾ സമൂഹം ഛിന്ന ഭിന്നമായി പോയി. ഛിന്ന ഭിന്നമായി പോയപ്പോൾ ഒരുത്തനും കൂടിയില്ലായിരുന്നു. മത്തായിസ്ലീഹ പറയുന്നു, യോഹന്നാനും പിന്നെയാണ് അനുദപിച്ച് കൂടെ വരുന്നത്. സമൂഹത്തിലെ പ്രതിസന്ധികൾ ഇങ്ങനെ ഉണ്ടാവും. ദൈവാശ്രയ ബോധത്തോടെ എങ്ങനെ ജീവിക്കണമെന്നാണ് എൻ്റെ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവേണ്ട ഒരു വിഷയമാണ്. സമൂഹത്തിൽ ജീവിക്കുമ്പോൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവും. അന്ന് യൂത അത്രയേ കാണിച്ചുള്ളൂ. പക്ഷെ യൂതായ്ക്ക് മനസ്താവ് ഉണ്ടായി, ചെയ്ത് തെറ്റായി പോയല്ലോ എന്ന്. അവൻ അനുദപിച്ചു, പക്ഷെ ഏറ്റു പറഞ്ഞില്ല. ഇന്നത്തെ യൂതന്മാരാണെങ്കിൽ എന്തു ചെയ്യും? ഇന്നത്തെ യൂതന്മാരാണെങ്കിൽ ഗുരുവിനെ എത്ര തജ്ഞനം ചെയ്താലും അവർക്ക് ഉറക്കം വരത്തില്ല, പശ്ചാത്താപം ഉണ്ടാവില്ല, അനുതാപം ഉണ്ടാവില്ല, ഏറ്റുപറച്ചിലുണ്ടാവില്ല. പത്രോസ് തെറ്റ് ചെയ്തെങ്കിലും പിന്നാലെ ചെല്ലുന്നതായിട്ട് ഞാനും നിങ്ങളും കാണുന്നുണ്ട്. മുടിയനായ പുത്രൻ്റെ ഉമ്മ നമുക്കറിഞ്ഞ കൂടെ. മുടിയനായ പുത്രൻ്റെ മുമ്പിൽ എന്നാ പറയുന്നത്? പിതാവ് കാത്തിരുന്നു പുത്രനെ, വരുന്നത് വരെ കാത്തിരുന്നു. പക്ഷെ പുത്രൻ കാണാതെ പോയ മകൻ അനുദപിച്ച് പശ്ചാത്തപിച്ച് തിരിഞ്ഞു വന്നപ്പോൾ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മയിടും. ഇന്നത്തെ മുടിയൻ പുത്രന്മാർക്ക് അതും കഴിയില്ല. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നവർ. പക്ഷേ ഈ ശിഷ്യന്മാരെ എല്ലാവരെയും കൂടി ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കും, ആ ശിഷ്യന്മാർക്കെല്ലാം അങ്ങനെ ചെയ്യാമെങ്കിൽ എനിക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് ചെയ്തുകൂടായിരുന്നു? ഉയർപ്പിന് മുമ്പാണ് അവരങ്ങനെ ചെയ്തത്, എല്ലാം ഇട്ടെറിഞ്ഞ് ഓടിയത്. ഉയർപ്പും പെന്തിക്കോസ്തിയും കഴിഞ്ഞതിന് ശേഷം അവർ ധീരരായിരുന്നു. പ്രാക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞല്ല, ആത്മീയമായി ഭീകരതയുള്ളവരായിരുന്നു. ഞാനും നിങ്ങളും ഉയർപ്പിൻ്റെ മക്കളാണ്, പെന്തക്കോസ്തിയുടെ മക്കളാണ്. നമുക്ക് കർത്താവിനെ പിൻപറ്റുകയും കർത്താവിനോട് സ്നേഹമായിരിക്കുകയും എൻ്റെ കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള പൂർണ്ണ ബോധ്യവും എൻ്റെ നിങ്ങളുടെയും മനസ്സിലുണ്ടായിരിക്കണം. കർത്താവിനാൽ അനുഗ്രഹീതരെ, ഒരു വാക്ക് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, വീണ്ടും എടുത്തു പറഞ്ഞ് ഞാൻ വാക്ക് ചുരുക്കുന്നു. എന്നെയും നിങ്ങളെയും വിളിച്ചത് കർത്താവാണ്. ആ വിളിക്ക് അനുയോജ്യമായി ജീവിക്കാൻ കഴിയണം. എന്തിനാണ് നീ പള്ളിയിൽ പോകുന്നത്? എന്തിനാണ് നീ വാട്സപ്പിൽ പ്രസംഗിക്കുന്നത്? എന്താണ് നിൻ്റെ ജീവിതത്തിൻ്റെ രഹസ്യം എന്ന് കർത്താവിന് അറിയാം. എന്നാലും കർത്താവ് നിന്നോടും എന്നോടും ചോദിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സുണ്ടായിരിക്കണം. ദൈവം തമ്പുരാൻ തൻ്റെ അദൃശ്യമായ വലതുകരം നീട്ടി എന്നെ നിങ്ങളെയും അനുഗ്രഹിക്കുമാറാവട്ടെ.